ഹലോ, ഗുഡ് ഈവനിങ് ഡിയർ ലേണേഴ്സ്. നിങ്ങളുടെ ബേസിക് കൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആയി ബന്ധപ്പെട്ടിട്ട് ക്രാഷ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ മെറ്റീരിയൽ ഇന്ന് വൈകിട്ട് ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. മെറ്റീരിയൽ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് മണിക്കൂറുകൾ ഡിലേ ആയത്. എന്നിരുന്നാലും അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ ഈ 6 ബ്ലോക്കുകളാണുള്ളത്. ഈ 6 ബ്ലോക്കുകൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയലാണ്. 6 ബ്ലോക്കുകളാണ്. ഈ 6 ബ്ലോക്കുകളെ 2 ബ്ലോക്കുകൾ വീതമാക്കിയിട്ട് ആദ്യത്തെ 2 ബ്ലോക്ക്, പിന്നെ 2 ബ്ലോക്ക്, പിന്നെ 2 ബ്ലോക്ക്, അങ്ങനെ 3 ക്രാഷ് കോഴ്സ് ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ക്രാഷ് കോഴ്സ് ഞാനിവിടെ തരുന്നത്. ഫസ്റ്റ് 2 ബ്ലോക്കാണ്. ഇതിൽ ക്വസ്റ്റ്യൻസാണ് തന്നിരിക്കുന്നത്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസുമാണ് തരുന്നത്. ഇതിൻ്റെ ആൻസർ സ്ലൈഡായിട്ടില്ല, അതിനൊന്നും സമയമില്ല. സോ ആക്ച്വലി ഐ ആം വെരി ബിസി. മാത്രമല്ല, നമ്മളുടെ സ്കോളേഴ്സ് ക്ലബ്ബ് ഫൗണ്ടർ തന്ന മെറ്റീരിയൽ ആയിരുന്നില്ല, അതായത് അത് വേറെ മെറ്റീരിയൽ ആയിരുന്നു, അത് അവൈലബിൾ അല്ല. അപ്പോൾ നെക്സ്റ്റ് സെമസ്റ്ററിൻ്റെതാണ്, അത് മാറിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനുശേഷം കൺഫേം ചെയ്തിട്ട് ഈ മെറ്റീരിയൽ ഞാൻ സംഘടിപ്പിച്ചത് സെമസ്റ്റർ 2ടെ. ഇപ്പോഴോക്കെ. സോ നമുക്കിവിടെ ഞാനൊന്ന് ബ്ലോക്ക് പരിചയപ്പെടുത്താം. അതായത് ഫസ്റ്റ് 2 ബ്ലോക്ക് എന്ന് പറയുന്നത്, ഒന്ന് കോർ പ്രിൻസിപ്പിൾസാണ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പ്രിൻസിപ്പിൾസ്. അതുപോലെ തന്നെ സെക്കൻഡ് ലിബറൽ ഐഡിയാസാണ്. ഇങ്ങനെ 2 ബ്ലോക്കാണ്. ആദ്യത്തെ 2 കോർ പ്രിൻസിപ്പിൾസ്, ലിബറൽ ഐഡിയാസ്. ഓരോ ബ്ലോക്കിലും 3 യൂണിറ്റ് വീതം ഉണ്ട്. അപ്പോൾ ഈ 3 യൂണിറ്റിൽ നിന്നും 6 യൂണിറ്റിൽ നിന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാത്രമല്ല, അതിലൂടെ 1 മാർക്കിൻ്റെയൊക്കെ വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ വോയിസ് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിൻ്റെ ഉൾപ്പെടുന്ന പോയിൻറ്റ്സ് കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ലിബർട്ടിയാണ്. ടൈപ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ലിബർട്ടി? ലിബർട്ടി മീൻസ് ദ ആബ്സെൻസ് ഓഫ് അൺനെസസറി റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽസ് ആക്ഷൻസ്. ഒരു വ്യക്തിയുടെ ആക്ഷൻസ്, പ്രവൃത്തിയിലുള്ള അനാവശ്യമായ നിയന്ത്രണങ്ങളെ അനാവശ്യമായ നിയന്ത്രണങ്ങളില്ല എന്നുള്ളതാണ് ലിബർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം എന്നാണ്. ലിബർട്ടി സ്വാതന്ത്ര്യമാണ്, അല്ലെ, ഫ്രീഡം. അതുപോലെ മറ്റൊരു വേർഡാണ് ലിബർട്ടി എന്ന് പറയുന്നത്. നമ്മളുടെ പ്രവൃത്തികളിൽ അനാവശ്യമായ നിയന്ത്രണങ്ങളില്ലാത്ത ഒരവസ്ഥയെയാണ് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിബർട്ടിയെ തന്നെ ലിബർട്ടിയെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സിവിൽ ലിബർട്ടി, പൊളിറ്റിക്കൽ ലിബർട്ടി, ഇക്കണോമിക് ലിബർട്ടി. ഇങ്ങനെ 3 ആയിട്ടാണ് ലിബർട്ടിയെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. 3 തരത്തിലുള്ള ലിബർട്ടിയാണുള്ളത്. ഒന്ന് സിവിൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫ്രീഡമാണ്. അതായത് നമ്മൾ റൈറ്റ് ടു മൂവ് ഫ്രീലി, സ്വതന്ത്രമായിട്ട് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ നമ്മൾക്ക് പ്രശ്നങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ, സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം. ഇതിനൊക്കെയാണ് പറയുന്നത് സിവിൽ ലിബർട്ടിയിൽ വരുന്നത്, അതായത് ഫിസിക്കൽ ഫ്രീഡം എന്ന് പറയുന്നത്. സിവിൽ ലിബർട്ടിയെ 3 ആയിട്ട് തരംതിരിക്കാം. ലിബർട്ടിയെ തന്നെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? സിവിൽ ലിബർട്ടി, പൊളിറ്റിക്കൽ ലിബർട്ടി, ഇക്കണോമിക് ലിബർട്ടി. അപ്പോൾ സിവിൽ ലിബർട്ടിയെ 3 ആയിട്ട് ഫിസിക്കൽ ഫ്രീഡമുണ്ട്, ഇൻ്റലക്ച്വൽ ഫ്രീഡമുണ്ട്, അതുപോലെ ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ്. ഇങ്ങനെ 3 ഫ്രീഡമാണ് ഏതിലുള്ളത്? സിവിൽ ലിബർട്ടിയിൽ. നമുക്ക് ശാരീരികമായ ഫ്രീഡം, ബുദ്ധിപരമായ ഫ്രീഡം, നമുക്ക് ചിന്തിക്കാനും അതുപോലെ വിശ്വാസങ്ങൾ എക്സ്പ്രസ് ചെയ്യാനൊക്കെയുള്ള അവകാശത്തെയാണ് ഇൻ്റലക്ച്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. ആ റൈറ്റാണ്. ഫ്രീഡം ഓഫ് കോൺട്രാക്റ്റ്, മറ്റ് വ്യക്തികളുമായിട്ട് എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതും ഏതിലാണ്? സിവിൽ ലിബർട്ടിയുടെ ഭാഗമാണ്. സിവിൽ ലിബർട്ടി ഷോർട്ട് നോട്ട് ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് പൊളിറ്റിക്കൽ ലിബർട്ടിയാണ്. പൊളിറ്റിക്കൽ ലിബർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അതായത് പൊളിറ്റിക്കൽ ലിബർട്ടി, രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിന്, ലോകസഭ അതുപോലെ തന്നെ നിയമസഭയിൽ റെപ്രസെൻറ്റേറ്റീവ്സിന്, അതുപോലെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് അവരെ ഇലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് പൊളിറ്റിക്കൽ ലിബർട്ടിയുടെ ഒരു ഭാഗം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ഒപ്പീനിയൻസ് ഓൺ ഗവൺമെൻറ് പോളിസീസ്, അതായത് സർക്കാരിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. ഇത് 2 ഏതിലാണ്? പൊളിറ്റിക്കൽ ലിബർട്ടി അഥവാ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയും. നമുക്ക് നോക്കാം. മൂന്നാമത്തത് ഇക്കണോമിക് ലിബർട്ടിയാണ്. ഇക്കണോമിക് ലിബർട്ടി എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതായത് എംപ്ലോയേഴ്സിന് ഫ്രീഡം ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്.
എംപ്ലോയേഴ്സിന് എന്ത് ചെയ്യുക, എംപ്ലോയേഴ്സിന് ജോലി കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വ്യവസായശാലകൾ നടത്തുന്നവർക്ക് അവർക്ക് എന്ത് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. അതൊരു ഇക്കണോമിക് ഫ്രീഡമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കും 1 മാർക്കിൻ്റെ മെൻഷൻ ആൻ ഇക്കണോമിക് ഫ്രീഡം. അതുപോലെ വർക്കേഴ്സ് ഈറ്റേഴ്സ് ദ റൈറ്റ് ടു ഫെയർ വേജസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് എന്താണ്, ഈ വ്യവസായശാലകളിൽ, ഫാക്ടറികളിൽ, എവിടെയാണെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് എന്താണ്, അവർക്ക് കൃത്യമായ വേതനം കിട്ടുവാനും അതായത് അനുയോജ്യമായ ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതും കൂടി ഇതിൽ ഉൾപ്പെടും ഇക്കണോമിക് ഫ്രീഡം. തീർന്നിട്ടില്ല. ഇനി കൺസ്യൂമേഴ്സ് ഉണ്ട്. കൺസ്യൂമേഴ്സ് സീറ്റ് ആസ് ദ റൈറ്റ് ടു ഫെയർ പ്രൈസസ് ആൻഡ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ എന്താണ് നീതിയുക്തമായ വിലയും അതുപോലെ തന്നെ അതിനനുസൃതമായ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെ ഏതിൽ വരുന്നുണ്ട്, ഇക്കണോമിക് ലിബേർട്ടിയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലിബേർട്ടിയെ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ കാറ്റഗറൈസേഷൻ ഉണ്ട്: സിവിൽ ലിബേർട്ടി, പൊളിറ്റിക്കൽ ലിബേർട്ടി, അതുപോലെ തന്നെ ഇക്കണോമിക് ലിബേർട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടു. അത് നിങ്ങളൊന്ന് നന്നായിട്ട് ഈ വോയിസ് കേൾക്കുമ്പോൾ മറ്റേതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്ന് കൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബേർട്ടി. അതും ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. 2 കൺസെപ്റ്റ്സ് ആണ്. നമ്മൾ 3 കൺസെപ്റ്റ്സ്, നമ്മൾ 3 ടൈപ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ലിബേർട്ടിയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് പേജ് നമ്പർ 10 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബേർട്ടി. അത് ലിബേർട്ടിയുടെ 2 സങ്കല്പങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പോസിറ്റീവ് ലിബേർട്ടിയും അതുപോലെ തന്നെ നെഗറ്റീവ് ലിബേർട്ടിയും. അതായത് നെഗറ്റീവ് ലിബേർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ്, അതുപോലെ തന്നെ എംഫസൈസ് ഓൺ ഇൻഡിവിജ്വൽസ് ഓട്ടോണമി. ഞാൻ മലയാളത്തിൽ പറയാം. അതായത് നെഗറ്റീവ് ലിബേർട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് പുറമേ നിന്നുള്ള ഇൻ്റർഫിയറൻസ് അഥവാ നമ്മൾ ഇടപെടലുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ഓട്ടോണമി, വ്യക്തിപരമായ സ്വയംഭരണത്തിനുള്ള ഒരു ലിബേർട്ടിയാണ്, അവകാശമാണ്. അതുപോലെ തന്നെ റെസ്ട്രെയിനിങ് ഗവൺമെൻറ് പവർ, ഫോക്കസ് ഓൺ റെസ്ട്രെയിനിങ് ഗവൺമെൻറ് പവർ, ഗവൺമെൻറ് പവറിനെ നമ്മളിലേക്ക് വരുമ്പോഴത് തടുക്കാനുള്ള ആ ഫോക്കസ്. അതുപോലെ തന്നെ ക്ലാസിക്കൽ ലിബറലിസം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ലാസിക്കൽ ലിബറലിസം സ്വാതന്ത്ര്യവാദമാണ് ഈ നെഗറ്റീവ് ലിബേർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം തന്നെ പോസിറ്റീവ് ലിബേർട്ടി എന്ന് പറയുന്നത് ഫ്രീഡം ടു അച്ചീവ് സെൽഫ് റിയലൈസേഷൻ, നമുക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. എനേബിളിംഗ് കണ്ടീഷൻസ്, എംഫസൈസ് ഓൺ എനേബിളിംഗ് കണ്ടീഷൻസ്, നമ്മളുടെ അവസ്ഥകളെ നമുക്ക് എനേബിൾ ചെയ്യാൻ സുസജ്ജമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, അതിനുള്ള സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഫോക്കസ് ഓൺ കളക്റ്റീവ് ആക്ഷൻ ആൻഡ് സപ്പോർട്ട്. അതുപോലെ നമുക്ക് ലഭിക്കുന്ന സപ്പോർട്ട് നമ്മളുടെ ആക്ഷൻ പ്രവൃത്തിയെ ഇത് ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് സോഷ്യലിസത്തിൻ്റെയും ഒരു മോഡേൺ ലിബറലിസത്തിൻ്റെയും ഭാഗമാണ് പോസിറ്റീവ് ലിബേർട്ടി. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതി വെക്കാം: നെഗറ്റീവ് ലിബേർട്ടി ആൻഡ് പോസിറ്റീവ് ലിബേർട്ടി. ഇതാണ് 2 കൺസെപ്റ്റ്സ് ഓഫ് ലിബേർട്ടി. നെക്സ്റ്റ് നമുക്ക് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത്, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്താണ്? സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അതായത് ക്ലാസ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡമാണ്. ക്ലാസ് സ്ട്രഗിളും ഫ്രീഡവും. ക്ലാസ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാർസിയൻ കൺസെപ്റ്റാണ്. കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഈ ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്നത്. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് അതായത് തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റിനെയാണ് എന്ത് പറയുന്നത്, ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലേക്ക് ഓഫ് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമില്ലാത്തതാണ്. അതായത് ക്യാപിറ്റലിസ്റ്റ്സ് അഥവാ മുതലാളിമാർ എന്ത് ചെയ്യുന്നു, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു, അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു. അതാണ് അവിടെ ഡിനയൽ ഓഫ് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു റെവല്യൂഷൻ, അതായത് വിപ്ലവം തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ ലിബേർട്ടിക്ക് വേണ്ടി, റൈറ്റ് വേണ്ടി, ഈക്വാലിറ്റി വേണം, സാമ്പത്തിക സമത്വം, ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇതാണ് മാർസിയൻ തിയറിയിൽ എന്ത് പറയുന്നത്, ക്ലാസ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീഡവുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് മാർസിയൻ വ്യൂ ഓഫ് ഫ്രീഡമാണ്. മാർസിൻ്റെ സ്വാതന്ത്ര്യം എന്ന സമീപനത്തെയാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് എക്സാമിനേഷന് ചോദിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇത്രയുമാണ് നമുക്കിതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഈ മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു, കുറഞ്ഞ വേതനം കൊടുക്കുന്നു, കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ ആയിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലെ, അതായത് നമ്മളുടെ ഈ വ്യാവസായിക വിപ്ലവ സന്ദർഭത്തിലുണ്ടായിരുന്ന ഫാക്ടറി സിസ്റ്റത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് മാർക്സ് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താണ്, തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു, സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. അപ്പോൾ അതിനെതിരെ അവർക്ക് വേണ്ടിയുള്ള ആ റവല്യൂഷൻ എന്താണ്, ലിബേർട്ടിക്ക് വേണ്ടിയും ഇക്വാലിറ്റിക്ക് വേണ്ടിയും അതുപോലെ ഫ്രട്ടേണിറ്റി, സാഹോദര്യം, ഇതിനൊക്കെ വേണ്ടിയുള്ള റവല്യൂഷൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്, മുതലാള വർഗത്തിനെതിരെ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് മാർസിയൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലാസ് സ്ട്രഗിൾ, വർഗസമരവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത്.
ഓക്കെ, പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം. ദെൻ കം ടു ദ അതർ പോയിൻറ്റ്, ലിബേർട്ടി. ലിബേർട്ടി എന്ന് പറയുന്ന അതിൻ്റെ ചാലഞ്ചസ് എന്താണെന്ന് നോക്കാം. അതായത് ചാലഞ്ചസ് ഓഫ് ലിബേർട്ടി. നമ്മൾക്ക് അതായത് സ്വാതന്ത്ര്യം കിട്ടാതിരിക്കല്ല, സ്വാതന്ത്ര്യം ഈ ലിബേർട്ടി, നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക് ലിബേർട്ടി, പൊളിറ്റിക്കൽ ലിബേർട്ടി, ഇതൊക്കെ നമുക്ക് ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇതിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ടൈറനി എന്നാണ്. ടൈറനി എന്ന് പറഞ്ഞാൽ പവർ അബ്യൂസാണ് അതായത് ഗവൺമെൻറ് ഓർ ഇൻഡിവിജ്വൽസ് പോസസ് സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ് ടു ലിബേർട്ടി, ദ അബ്യൂസ് ഓഫ് പവർ. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ പവറും വ്യക്തികളുടെ പവറും മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. അതിനെയാണ് ഈ ഫസ്റ്റ് ടേം യൂസ് ചെയ്യുന്നത്, ടൈറനി എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട് ചോദിക്കാം, 1 മാർക്കും വരാം. മറ്റൊന്ന് സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്. സാമ്പത്തിക അസമത്വം ലിബേർട്ടിയുടെ ഒരു ചാലഞ്ചാണ്. നിങ്ങൾക്കറിയാം, അതായത് സാമ്പത്തിക അസമത്വം, അതുപോലെ സാമൂഹിക അസമത്വം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ എന്തുണ്ടാവില്ല? ലിബേർട്ടി ഉണ്ടാവില്ല. സാമൂഹിക അസമത്വം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മൾ മുൻപ് പഠിച്ചിരിക്കുന്ന അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. ഒരു വിഭാഗത്തെ എന്ത് ചെയ്യുന്നു? പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തുന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. സാമ്പത്തികമായ സമത്വം ഉണ്ടാകുമ്പോൾ ദരിദ്രരായിട്ട് തന്നെ നിൽക്കുന്നു, അവർക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്നില്ല, നല്ല ജീവിത നിലവാരമില്ല. ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? സാമ്പത്തിക അസമത്വം അഥവാ ഇക്കണോമിക് ഇനീക്വാലിറ്റി. അപ്പോൾ സോഷ്യൽ ഇനീക്വാലിറ്റിയും ഇക്കണോമിക് ഇനീക്വാലിറ്റിയും രണ്ടും ഏതിൻ്റെ ചാലഞ്ചാണ്? അതായത് ലിബേർട്ടിയുടെ ചാലഞ്ചാണെന്ന് പറയാം. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലൂടെയും നമുക്ക് എന്തുണ്ടാകുന്നു? അതായത് ലിബേർട്ടി ഹനിക്കപ്പെടുന്നുണ്ട്, സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ട്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലൂടെ നമുക്കെന്താണ്? ഇപ്പോൾ അതായത് ഇഷ്യൂസ് ഓഫ് സച്ച് എ സർവിലൻസ്, ഇപ്പോൾ സർവിലൻസ് ക്യാമറകളുണ്ട്, അതുപോലെ ഡാറ്റ പ്രൈവസി ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഡിജിറ്റൽ ഏജിൽ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും എന്താണ്? അതായത് സാങ്കേതികപരമായ വികസനവും ഒരു ലിബേർട്ടിയുടെ ചാലഞ്ചായിട്ട് നിലകൊള്ളുന്നു എന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ്, ഇക്വാലിറ്റി ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റി. നമുക്ക് നോക്കാം. ഈക്വാലിറ്റി ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റി. എന്താണ് ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലെ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ, അതിന് മുൻപേ നമുക്ക് ഇത് പൊളിറ്റിക്സാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ആമുഖം. ഭരണഘടനയിലെ ആമുഖത്തിൽ എന്താണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്? എന്തൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സോവിയറ്റ് റിപ്പബ്ലിക്കാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈക്വാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. സാമ്പത്തിക സമത്വം, സാമൂഹിക സമത്വം, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി പറയുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നു, മൗലിക അവകാശങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ്? പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഭരണഘടനയിൽ എൻഷ്രൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ഐഡിയൽസും, അല്ലേ, സുവർണ്ണ ലിപികളിൽ എഴുതിപ്പെട്ടിരിക്കുന്ന എല്ലാ ആശയങ്ങളും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ അംഗീകാരത്തിനുള്ള സുപ്രധാനമായ ഘടകങ്ങളാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഡെമോക്രസിയിൽ എന്താണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്? എന്താണ് ഡെമോക്രസിയിലെ ഇക്വാലിറ്റി? ഡെമോക്രാറ്റിക് ഇക്വാലിറ്റി ചോദിക്കാം. ഡെമോക്രാറ്റിക് ഇക്വാലിറ്റി എന്ന് പറയുന്നത്, അതായത് ഡെമോക്രസിയിലെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ ടേം ശ്രദ്ധിക്കുക, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശം, 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശം, ആൺ പെൺ ജാതി ഭേദമന്യേ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈക്വൽ ആപ്ലിക്കേഷൻ ഓഫ് ലോസ്, നിയമം എല്ലാവർക്കും തുല്യമാണ് എന്നുള്ളത് ഡെമോക്രസിയുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഡെമോക്രാറ്റിക് ഈക്വാലിറ്റിയുടെ ഭാഗമാണ്. മറ്റൊന്ന്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, പബ്ലിക് ഓഫീസ്, അതായത് പബ്ലിക് ഓഫീസിൽ ചെല്ലാനും ജോലി കിട്ടാനും വിദ്യാഭ്യാസം വാങ്ങാനും കൈവരിക്കാനും ഒക്കെയുള്ള എല്ലാ അവസരങ്ങളും ഈക്വലാണ് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, ആബ്സെൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ റേസ്, ജെൻഡർ, സോഷ്യോ കൾച്ചറൽ ഐഡൻറ്റിറ്റി. ഏത് സാമൂഹിക സാംസ്കാരിക വിഭാഗമായിക്കോട്ടെ, ജെൻഡർ എന്തായിക്കോട്ടെ, അതുപോലെ റേസ്, വർഗം എന്തായിക്കോട്ടെ, ഇവിടെ എല്ലാവരും തുല്യരാണ്. എന്തില്ല? ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനം ഇല്ല എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് ഈക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു ടേമാണ്. അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായും സാമൂഹികമായും നമ്മൾക്കെന്താണ്? എല്ലാ കാര്യങ്ങളും ഒരേപോലെ അനുഭവിക്കുവാനുള്ള അവകാശവും കൂടിയാണ് ഈക്വാലിറ്റി എന്ന രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് ഈക്വാലിറ്റിയാണ്.
പേജ് നമ്പർ 35 ആണ് ടൈപ്സ് ഓഫ് ഈക്വാലിറ്റി. ഏതൊക്കെയാണ് വ്യത്യസ്ത രീതിയിലുള്ള ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ടൈപ്സ് ഓഫ് ഈക്വാലിറ്റി അതിൽ പ്രധാനപ്പെട്ടതാണ് ലീഗൽ ഈക്വാലിറ്റി ഉണ്ട്, നിയമപരമായ തുല്യത. ലീഗൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ലീഗൽ ഇക്വാലിറ്റി മൈൻഡിൽ പോയിന്റ് ചെയ്ത് വെക്കുക, നിയമപരമായ തുല്യത. മറ്റൊന്ന് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഉണ്ട്, അതായത് രാഷ്ട്രീയ തുല്യത എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്ക് സോഷ്യൽ ഈക്വാലിറ്റി, സാമൂഹിക തുല്യത. ഇക്കണോമിക് ഈക്വാലിറ്റി, സാമ്പത്തികമായ തുല്യത. ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ലീഗൽ ഈക്വാലിറ്റി ഉണ്ട്, ലീഗൽ ഈക്വാലിറ്റി, അതുപോലെ പൊളിറ്റിക്കൽ. ലീഗൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. റൂൾ ഓഫ് ലോ എന്ന് പറയുമ്പോൾ, നിയമവാഴ്ച എന്ന് പറയുമ്പോൾ എന്താണ്, അത് എല്ലാ വ്യക്തികളും തുല്യരാണ് എന്ന അടിസ്ഥാനത്തിലാണ് നിയമവാഴ്ച നടത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 14 ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 14 എന്ത് പറയുന്നുണ്ട്, ഈ ഇക്വാലിറ്റി, ലീഗൽ ഇക്വാലിറ്റി വിഭാവനം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ, നിയമപരമായ തുല്യത. മറ്റൊന്ന് പൊളിറ്റിക്കൽ ഈക്വാലിറ്റിയാണ്. പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ സാർവത്രികമായ വോട്ടവകാശം എന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള, അവിടെ എന്തില്ല, ജാതി മത ലിംഗഭേദമന്യേ, വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഓഫ് കാസ്റ്റ്, ജെൻഡർ, റേസ് ഓർ എനി അതർ കൾച്ചറൽ ആസ്പെക്റ്റ്, ഒന്നുമില്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. അതാണ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, പൊളിറ്റിക്സിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ വോട്ടിംഗ് ഈക്വാലിറ്റി ഉണ്ട്, ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, രാഷ്ട്രീയ അവകാശങ്ങളുണ്ട്. രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പൊളിറ്റിക്സ് അക്സെപ്റ്റ് ചെയ്യാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവകാശങ്ങളുണ്ട്. ഒക്കെ പൊളിറ്റിക്കൽ ഈക്വാലിറ്റിയുടെ ഭാഗമാണ്. സോഷ്യൽ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ സാമൂഹിക സമത്വം. നമുക്ക് സാമൂഹികമായ പദവി, നമ്മളുടെ പ്രിവിലേജ്, അവകാശങ്ങൾ, ഡിഗ്നിറ്റി, അതുപോലെ റോള്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം ഏതിൻ്റെ ഭാഗമാണ്, സോഷ്യൽ ഈക്വാലിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഈക്വാലിറ്റി നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നുണ്ട്, സോഷ്യൽ ഈക്വാലിറ്റി പറയുന്നുണ്ട്. അതുപോലെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്താണ് ഈ സോഷ്യൽ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ, അൺടച്ചബിലിറ്റി അനുവദിക്കുന്നില്ല, തൊട്ടുകൂടായ്മ, സ്ലേവറി അനുവദിക്കുന്നില്ല, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അഥവാ ലിംഗവിവേചനം അനുവദിക്കുന്നില്ല, അതുപോലെ തന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർഗവിവേചനം അനുവദിക്കുന്നില്ല, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അഥവാ ജാതി വിവേചനം അനുവദിക്കുന്നില്ല. ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്, സോഷ്യൽ ഈക്വാലിറ്റിയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. സാമ്പത്തിക ഈക്വാലിറ്റി അഥവാ സാമ്പത്തിക തുല്യത എന്ന് പറയുന്നത് ഇക്കണോമിക് ഈക്വാലിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് എന്താണ്, വർക്കേഴ്സിന് സാമ്പത്തികമായി കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ, അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് അവേഴ്സ് കൃത്യതപ്പെടുത്താൻ, അതുപോലെ ജോലി ചെയ്യുന്നതിൻ്റെ കൂലി ലഭിക്കാൻ, അതുപോലെ തന്നെ എംപ്ലോയേഴ്സിന് ജോലി കൊടുക്കുന്നവർക്ക് അടിമപ്പെടാതിരിക്കാൻ, ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, ഇക്കണോമിക് ഈക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇക്കണോമിക് ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ മൈൻഡിലേക്ക് വരുന്നത് മാർക്സിയൻ പെർസ്പെക്റ്റീവാണ്. മാർക്സിയൻ പെർസ്പെക്റ്റീവ് ഓഫ് ഇക്കണോമിക് ഈക്വാലിറ്റി നമ്മൾ ക്ലാസ് സ്ട്രഗിൾ പറഞ്ഞു, അതുപോലെ ക്ലാസ് സ്ട്രഗിളിൽ ക്യാപിറ്റലിസ്റ്റ് പറഞ്ഞു, വർക്കേഴ്സ് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഇക്കണോമിക് ഈക്വാലിറ്റിയെക്കുറിച്ച്, മാർക്സിയൻ പെർസ്പെക്റ്റീവാണ്, അതിനെക്കുറിച്ച് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇക്വാലിറ്റി, മാർക്സിയൻ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അതേസമയം തന്നെ എന്താണ്, ശ്രീനാരായണ ഗുരുസ് കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി, അത് പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയാണ്. ശ്രീനാരായണ ഗുരുവിടെ ഈക്വാലിറ്റി കൺസെപ്റ്റ് എന്താണ് നമ്മൾക്കറിയാം. ഒരു ജാതി ഒരു മതം അല്ലേ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതായത് ഒരു ജാതി ഒരു മതം, മനുഷ്യന് ഫോർ ഗോഡ്, വൺ ഗോഡ്, ഒരു ദൈവം, വൺ ഗോഡ് ഫോർ ഹ്യൂമാനിറ്റി എന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ സുപ്രീമായിരിക്കുന്ന, പരമോന്നതമായിരിക്കുന്ന ഈക്വാലിറ്റി പ്രിൻസിപ്പിൾ. വേറെ ഒന്നും പ്രത്യേകിച്ച് അതിൽ പറയേണ്ട. അദ്ദേഹം പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ജാതി എന്ന് പറയുന്നത് കാസ്റ്റ് വിവേചനം, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല, മതപരമായ വിവേചനമില്ല, അതുപോലെ തന്നെ ദൈവമെന്ന വിവേചനമില്ല, എല്ലാം ഒരു ദൈവമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. ആക്ച്വലി പവർഫുൾ ഫോഴ്സ് ഓഫ് ഇക്വാലിറ്റിയാണ്. ഒരു വളരെ ശക്തിയുള്ളൊരു ഫോഴ്സ് തന്നെയാണ് ഇക്വാലിറ്റിയുടെ ഈ വേർഡ്സ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഈക്വലാണ്, എല്ലാവരും ഈക്വലാണ്, മനുഷ്യരെല്ലാവരും ഈക്വലാണ്, റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ.
മതവും ജാതിയും അതുപോലെ തന്നെ വർഗവും ഒന്നും ഇല്ലാതെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന കൺസെപ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുസ് കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി എന്ന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ മാത്രമല്ല അദ്ദേഹം ഒരു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സോഷ്യൽ റിഫോമറാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്. ഒരുപാട് സാമൂഹികമായ വികസനത്തിന് വേണ്ടി, സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. ഇത്തരം സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വാദിച്ച്, അതുപോലെ തന്നെ സാമൂഹിക വിവേചനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വാദിക്കുകയും അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് മാർജിനലൈസ്ഡ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉയർച്ചയ്ക്കും വേണ്ടി ശബ്ദിച്ച ഒരു വ്യക്തിയാണ് നമ്മളുടെ ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ അമ്പലങ്ങൾ ഓപ്പൺ ടു ഓൾ കാസ്റ്റ്, എല്ലാ കാസ്റ്റിനും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് വാദിച്ചു. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഡൗൺ ദ ബാരിയേഴ്സ് ഓഫ് എക്സ്ക്ലൂഷൻ, മാറ്റി നിർത്തപ്പെട്ടതിനെ അദ്ദേഹം എതിർത്തു. അതായത് ഒരു വ്യക്തിയും മാറ്റി നിർത്തപ്പെടേണ്ട ആളല്ല എന്ന്, അതായത് ഗാന്ധിയൻ കൺസെപ്റ്റ് തന്നെയാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ടേക്ക് വെക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ജസ്റ്റിസ് ആണ്. അടുത്തത് ലിബേർട്ടി വന്നു, ഇക്വാലിറ്റി വന്നു, ലിബേർട്ടി വന്നു. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ടേമാണ്, ഭരണഘടനാപരമായ ടേംസാണ്. ഇക്വാലിറ്റി, ലിബേർട്ടി, ഫ്രറ്റേണിറ്റി, ജസ്റ്റിസ് ഒക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന ടേം എന്താണ്? നീതി. ജസ്റ്റിസ് എന്ന് പറയുന്ന ടേമിലേക്കാണ് പോകുന്നത്. എന്താണ് ജസ്റ്റിസ്? അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ജസ്റ്റിസ് നീതിയാണ്. നീതി അല്ലേ? നീതി കിട്ടുക എന്ന് പറയുന്നില്ലേ നമ്മൾ, നീതി. അതിന് നമ്മൾ ജസ്റ്റിസിനെ എന്താണ്? ലീഗൽ ജസ്റ്റിസും സോഷ്യൽ ജസ്റ്റിസും അങ്ങനെ രണ്ടായിട്ട് പ്രധാനമായി തരംതിരിച്ചിട്ടുണ്ട്. ലീഗൽ ജസ്റ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്. ലീഗൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ലോ എൻഫോഴ്സ് ചെയ്യപ്പെടുമ്പോൾ, നിയമം നടപ്പിലാക്കുമ്പോൾ എന്താണ്, അതെല്ലാവർക്കും തുല്യമായി ലഭിക്കണം. അല്ലെങ്കിൽ എന്താണ്, റോങ് ഡൂവേഴ്സിനെ പണിഷ് ചെയ്യണം അല്ലേ? അത് ലീഗൽ ജസ്റ്റിസിൽ ഉൾപ്പെടുന്നത് നീതി തുല്യമായി ലഭിക്കണം. അതുപോലെ തന്നെ റോങ് ഡൂവേഴ്സിനെ, കുറ്റക്കാരെ പണിഷ് ചെയ്യണം. അതുപോലെ തന്നെ വിക്ടിംസിന് എന്ത് ചെയ്യണം? ഇരകൾക്ക്, വിക്ടിംസിന് അവർക്ക് കോമ്പൻസേഷൻ ലഭിക്കണം അല്ലേ? ഇതൊക്കെയാണ് ഏതിലെ ലീഗൽ ജസ്റ്റിസിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ലീഗൽ ജസ്റ്റിസിൽ മറ്റൊരു കാര്യം, കോടതിയിൽ ശിക്ഷ വിധിക്കുമ്പോൾ ട്രയൽസ് ഫെയർ ആയിരിക്കണം, കുറ്റവാളി തന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതാണ് ലീഗൽ ജസ്റ്റിസ്. അതേസമയം സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയും, സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും, അതായത് കൃത്യമായ വേജ്, അതുപോലെ ആരോഗ്യ സംരക്ഷണ, ഹൗസിങ്, അതുപോലെ തന്നെ വെൽഫെയർ ബെനിഫിറ്റ്സ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. സാമൂഹിക നീതിയുടെ സോഷ്യൽ ജസ്റ്റിസ്. നമുക്കറിയാം സാമൂഹിക നീതി വകുപ്പ് തന്നെയുണ്ട്. ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ്, അതുപോലെ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ, ബാക്ക്വേർഡ് കാസ്റ്റ് പ്രോഗ്രാംസ്, ഷെഡ്യൂൾഡ് ട്രൈബ് പ്രോഗ്രാംസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഈസ് ദ വെരി പ്രൊമിനൻറ്റ് വൺ ടു എക്വയർ ദ എൻറ്റയർ ജസ്റ്റിസ് ഓഫ് ദ കൺട്രി അല്ലെ? നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പദ്ധതികൾ, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. സോ ജസ്റ്റിസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ മാർസിയൻ കൺസെപ്റ്റ് പഠിച്ചതുപോലെ നമ്മൾ റോൾ എന്ന് പറയുന്ന നമ്മളുടെ പൊളിറ്റീഷ്യൻ, അതായത് ജോൺ റോൾ 2 രീതിയിലുള്ള ജസ്റ്റിസ് വിഭാവനം ചെയ്യുന്നുണ്ട്. റോൾസ് വ്യൂ ഓഫ് ജസ്റ്റിസ്. ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. റോൾസ് വ്യൂ ഓൺ ജസ്റ്റിസ് എന്താണെന്ന് പറഞ്ഞാൽ, റോൾ പറയുന്നത് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ലിബേർട്ടീസ് ആണ്. തുല്യമായ അവകാശങ്ങളാണ് ജോൺ റോൾ പറയുന്നത്. ജസ്റ്റിസിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് എവരി വൺ ഷുഡ് ഹാവ് ദ സെയിം ബേസിക് ഫ്രീഡം. എല്ലാവർക്കും അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം അത് തുല്യമായിരിക്കണം എന്നാണ് ജോൺ റോൾ പറയുന്നത്. മറ്റൊന്ന് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സമ്പത്ത് വിതരണവും എന്താണ്? വളരെ നീതിപൂർണ്ണമായിരിക്കണം എന്ന് പറഞ്ഞാൽ, സമ്പത്ത് വിതരണത്തിൽ ഇനീക്വാലിറ്റി വരുമ്പോൾ, അസമത്വം വരുമ്പോൾ ഒരു വിഭാഗം വലിയ റിച്ചായിട്ട് മാറും, മറ്റൊരു വിഭാഗം പുവറായിട്ട് മാറും. അല്ലെങ്കിൽ ദർ ഷുഡ് ബി എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം വലിയ കൂടുതലായിരിക്കാം. സോ ഇതൊക്കെ കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ എന്താണ് ഇക്വാലിറ്റി എന്ന് പറയുക, ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ആര് പറയുന്നത്? റോൾസ് പറയുന്നത്. സോ റോൾസിൻ്റെ ആശയം എന്ന് പറയുന്നത് നമുക്ക് മാർസിയൻ സിദ്ധാന്തവുമായിട്ട് നല്ല ബന്ധമുള്ളതായിട്ട് കാണാം. മാർസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം അത് കുറച്ചു കൊണ്ടുവരണം എന്നാണ് മാർസിയൻ പ്രിൻസിപ്പിൾ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് റോൾസ് വ്യൂ ഓൺ ജസ്റ്റിസ്. നീതിയെക്കുറിച്ച് റോൾസിൻ്റെ വ്യൂ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ബി ആർ അംബേദ്കർ, ദ അതർ പ്രൊമിനൻറ്റ് ഫിലോസഫർ ബി ആർ അംബേദ്കർ, ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം എന്താണ് ജസ്റ്റിസിനെ കുറിച്ച് എന്നുള്ളത്
അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റ് എന്താണ്? ജസ്റ്റിസ്, നീതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. നീതിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം അംബേദ്കറിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഹി വാസ് ഫോക്കസിങ് ദ ഇവിൾ ഓഫ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ മോശമായ വശങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം, താഴ്ന്ന ജാതിക്കാർന്ന ഒരു വിഭാഗം, ഒന്നുമില്ലാത്തവരും അതുപോലെ തന്നെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർ, മാർജിനലൈസ്ഡ് പീപ്പിളായിട്ട് മാറുന്നു. അതുപോലെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ഇതൊക്കെ, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗം, SC/ST എന്ന് പറയുന്ന വിഭാഗം, ഇവർക്കെന്താണ് സോഷ്യലി ഈക്വൽ സ്റ്റാറ്റസ് മറ്റുള്ളവരുമായിട്ടില്ല. ഇതൊക്കെയാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റ് തന്നെയാണ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ, നമ്മൾ ആ വീക്കർ സെക്ഷനെ, ദുർബല വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈഡ്ലി നോൺ ആസ് നോൺ ഫോർ ഡ്രാഫ്റ്റിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇദ്ദേഹം ലോയറാണ്, സോഷ്യൽ തിങ്കറാണ്, അതുപോലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റാണ്. ഭരണഘടന വിഭാവനം ചെയ്തതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അൺടച്ചബിലിറ്റി തുടച്ചു നീക്കണം, കാസ്റ്റ് സിസ്റ്റം തുടച്ചു നീക്കണം, അതുപോലെ തന്നെ സമൂഹത്തിൽ നിൽക്കുന്ന മറ്റ് അന്തരങ്ങൾ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ജനറലായിട്ട് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വിഭാഗത്തിന് വിവേചനമാണ്. എന്താ വിവേചനം എന്ന് പറഞ്ഞാൽ, അവരെ മറ്റുള്ളവരിൽ നിന്നും വിവേചിക്കപ്പെട്ട്, എന്തിനാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജോലി സാഹചര്യങ്ങളിൽ ഒക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് റിസർവേഷൻ, സംവരണം നൽകിയിട്ട് ഒരു വിവേചനം തന്നെയാണ് കാണിക്കുന്നത്. ആ വിവേചനത്തെയാണ്, അവിടെ ഇക്വാലിറ്റി ഇല്ലല്ലോ, അവർക്ക് ഇത്ര ശതമാനം സംവരണം കൊടുക്കുമ്പോൾ ആ ഇക്വാലിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത് പോസിറ്റീവാണത്. അതിനെയാണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സംരക്ഷിക്കാൻ, ഒരു വിഭാഗത്തെ സംരക്ഷിക്കാനുള്ള വിവേചനം ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷ് ചെയ്തത് ശ്രദ്ധിക്കുക, അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 17 ആണ്. അതുപോലെ തന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ 14 ആണ്. ഈ രണ്ട് ആർട്ടിക്കിളും ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 and 14 ശ്രദ്ധിക്കുക. 17 അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് ആർട്ടിക്കിൾ 14ലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് സെക്യുലറിസം. അടുത്ത വളരെ സുപ്രധാനമായ ടേം ഇവിടെ വന്നു കഴിഞ്ഞു, സെക്യുലറിസം. അപ്പോൾ ശ്രദ്ധിക്കുക, ടേംസ് ആദ്യം മുതലേ ലിബർട്ടി, ഈക്വാലിറ്റി, ജസ്റ്റിസ്, അതുപോലെ തന്നെ എന്താണ് സെക്യുലറിസം. സെക്യുലറിസം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്തിരിക്കുന്ന, ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്ന സുപ്രധാനമായ ടേമാണ് സെക്യുലറിസം അഥവാ മതനിരപേക്ഷത. നമുക്ക് നോക്കാം എന്താണ് സ്റ്റേറ്റ്സ് ആൻഡ് സെക്യുലറിസം. സ്റ്റേറ്റ്സ് ആൻഡ് സെക്യുലറിസം എന്ന് പറയുമ്പോൾ, നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ സ്റ്റേറ്റാണ്, തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, മതരാഷ്ട്രമല്ല ഇന്ത്യ. അതുപോലെ തന്നെ എന്താണ്, സ്റ്റേറ്റ്സ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ, ഒരു പ്രധാന മതം റിലീജിയനുള്ള രാഷ്ട്രമല്ല. മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് റെക്കഗ്നൈസ് മൾട്ടിപ്പിൾ റിലീജിയൻ എന്ന് പറയുക, ഒരു എല്ലാ റിലീജിയനും ഒരേപോലെ അംഗീകരിക്കുന്ന സെക്യുലർ സ്റ്റേറ്റാണ് ഏത്, നമ്മുടെ രാഷ്ട്രം. അപ്പോൾ ഒരു കൃത്യമായ ഒഫീഷ്യൽ റിലീജിയൻ നമുക്കില്ല എന്നുള്ളതാണ്. ദർ ഈസ് നോ ഒഫീഷ്യൽ റിലീജിയൻ, അതായത് ഒഫീഷ്യലായിട്ടുള്ള മതമില്ല. അങ്ങനെയുള്ള രാഷ്ട്രത്തെയാണ് നമ്മൾ സെക്യുലാരിസ്റ്റ് കൺട്രീസ് അഥവാ മതനിരപേക്ഷത രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യ മതനിരപേക്ഷത രാഷ്ട്രമാണ്. അതേസമയം തന്നെ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ഇന്ത്യ സെക്യുലാരിസ്റ്റ് കൺട്രിയാണ്. ഇവിടെ എന്തില്ല, ഓൾ റിലീജിയൻ ആർ ഈക്വൽ. നമ്മൾക്ക് എല്ലാ മതവും തുല്യരാണ്. ഏത് മതത്തിലും വിശ്വസിക്കാനോ അത് കൊണ്ടു നടക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് സെക്യുലർ സ്റ്റേറ്റിൻ്റെ പ്രധാന പ്രത്യേകത. പക്ഷേ അതേസമയം തന്നെ മറ്റ് സ്റ്റേറ്റുകൾ ഞാൻ പറഞ്ഞു, ഒന്ന് തിയോക്രാറ്റിക് സ്റ്റേറ്റ്, ശ്രദ്ധിക്കുക, സെക്യുലർ സ്റ്റേറ്റ്, മറ്റൊന്ന് തിയോക്രാറ്റിക് സ്റ്റേറ്റ്. തിയോക്രാറ്റിക് സ്റ്റേറ്റിൽ റിലീജിയസ് ലീഡേഴ്സ് കൺട്രോൾ ദ ഗവൺമെൻറ്റാണ്. അതായത് മത നേതാക്കന്മാരാണ് ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. നിയമങ്ങളോ, ലോസ് ആർ ബേസ്ഡ് ഓൺ റിലീജിയസ് ടെക്സ്റ്റ്സ്, നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മതപരമായ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല എല്ലാ സിറ്റിസൺസും എന്ത് ചെയ്തിരിക്കണം, റിലീജിയസ് റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് തിയോക്രാറ്റിക് സ്റ്റേറ്റ്. ഇനി സ്റ്റേറ്റ്സ് വിത്ത് ആൻ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ, ചില സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി റെക്കഗ്നൈസ് വൺ റിലീജിയൻ ആൻഡ് ഗിവ് ഇറ്റ് സ്പെഷ്യൽ പ്രിവിലേജസ്. അപ്പോൾ ഒരു മതം
ആണ് അതിന് പ്രത്യേക പ്രിവിലേജസ് കൊടുക്കുന്നു. അതാണ് എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ ഇസ്ലാമിക് സ്റ്റേറ്റാണ്, ഇംഗ്ലണ്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടാണ്. അപ്പോൾ അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. മാത്രമല്ല ഇനി മറ്റൊന്ന്, സ്റ്റേറ്റ്സ് ദാറ്റ് റെക്കഗ്നൈസ് മൾട്ടിപ്പിൾ റിലീജിയൻസ്, വ്യത്യസ്ത മതങ്ങളെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങൾ. അത് സെക്യുലർ സ്റ്റേറ്റ് അല്ല, കാരണം സെക്യുലർ സ്റ്റേറ്റ് എല്ലാ മതങ്ങളും ഒരേപോലെ കാണുന്നതാണ്. വ്യത്യസ്ത മതങ്ങളെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങൾ. അതുപോലെ തന്നെ ആണ് മറ്റൊന്ന് നമ്മുടെ സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് വാട്ട് ഈസ് സെക്യുലാറിസം. മതനിരപേക്ഷത ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതപ്പെട്ട സുപ്രധാനമായ ഒന്നാണ് മതനിരപേക്ഷത. അതായത് എല്ലാ റിലീജിയനും ഈക്വലാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാലിക്കുവാനും വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതാണ്, ഫ്രീഡം നൽകിയിരിക്കുന്നതാണ് സെക്യുലർ സ്റ്റേറ്റിൻ്റെ സവിശേഷത. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സെക്യുലറിസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. പേജ് നമ്പർ 76 ആർട്ടിക്കിൾസ് പറയുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. എന്താണ് ഈ കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് പ്രധാനമാണ്, ശ്രദ്ധിക്കുക. കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സെൽഫ് കോൺഷ്യസ് കൾച്ചറൽ കമ്മ്യൂണിറ്റീസ് ദാറ്റ് മെയിൻറ്റെയിൻ ദർ യുണീക്ക് സിസ്റ്റംസ് ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ഇപ്പോൾ വ്യത്യസ്ത മതവിഭാഗത്തിലുള്ളവർ, അതായത് അവരുടെ സിസ്റ്റംസും ബിലീഫ്സും അതുപോലെ തന്നെ അതിൻ്റെ ആചാരങ്ങളും കൊണ്ട് നടക്കുന്ന ആ സിസ്റ്റത്തെയാണ് കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യത്യസ്ത കമ്മ്യൂണിറ്റീസ് ഇന്ത്യയിലുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ സിഖ്സ് ഉണ്ട്, ഇസ്ലാം ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, പാർസീസ് ഉണ്ട്, അതുപോലെ ക്രിസ്ത്യൻസ് ഉണ്ട് ഒക്കെ. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ്. ഇവിടെ ആ കൾച്ചറൽ ഐഡൻറ്റിറ്റീസ്, കമ്മ്യൂണൽ ഐഡൻറ്റിറ്റീസ് അവർ കീപ്പ് ചെയ്യുന്നു, അവരുടെ ബിലീഫ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ടെമ്പിൾ റിച്വൽസ് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ഈസ് എ സെൻട്രൽ ഫീച്ചർ ഓഫ് മൾട്ടി കൾച്ചറൽ സൊസൈറ്റി. അതായത് വ്യത്യസ്ത കൾച്ചറുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നമ്മളുടെ ഈ കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ വി ക്യാൻ സീ ദ കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി ഇൻ അവർ കൺട്രി. അതായത് കമ്മ്യൂണൽ പരമായ മതപരമായ വൈവിധ്യം എന്നാണ് പറയുന്നത് കമ്മ്യൂണൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇത്രയും പോയിൻ്റ് നിങ്ങളിതിൽ ഈ 3 യൂണിറ്റിലൊന്ന് എടുക്കുക. പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്. അതേപോലെ തന്നെ ഒന്ന് ടെക്സ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, so as we can conclude this, there is no much more time to complete all those points because we are at the very brink of examination. അടുത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പോയിൻറ്റ്സിലേക്ക് വരിക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പോയിൻറ്റ്സിനെ ഉപയോഗിക്കുക. ഓക്കെ.